Hi everyone, welcome to Tech Malayalam. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല ഫോൺ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നും നമുക്കത് അറിയാൻ പറ്റും എന്നുള്ള കാര്യത്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 11,000 റേഞ്ചിന് താഴെയുള്ള നല്ല പെർഫോമൻസ് ഉള്ള കുറച്ച് ഫോൺസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് ചിലപ്പം അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 10,000 അല്ലെങ്കിൽ ഒരു 11,000 റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 4 ഫോൺ എന്ന് പറഞ്ഞത് ഞാൻ പെർഫോമൻസ് വൈസിലാണ് ഇത് 4 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 നാലാമത് നിൽക്കുന്ന ഫോണാണ് ആസൂസിൻ്റെ ZenFone Max M2. ഇതെന്ന് പറയുന്നത് ഈ മാസം ഡിസംബറിൽ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് 10,000 റുപ്പീസാണ്. പിന്നെ ഇതിലെ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 632ലാണ്. 3GB റാം ഉണ്ട്, 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്, പിന്നെ എക്സ്പാൻഡബിൾ അപ് ടു 2 TB. ഈ ഫോണിൽ ബാക്കിൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതിൽ പ്രൈമറി ക്യാം 13 മെഗാ പിക്സലും പിന്നെ ഉള്ളത് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറുമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത് 8 മെഗാ പിക്സലാണ്. പിന്നെ ഇതിൽ 6.26 ഇഞ്ചിൻ്റെ ഫുൾ വ്യൂ നോച്ച് ഡിസ്പ്ലേ ആണ് ഉള്ളത്. പിന്നെ ബാറ്ററി പറയുകയാണെങ്കിൽ 4000 mAh ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. പിന്നെ ഇതിൽ ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്, അതായത് ഡ്യുവൽ സിമ്മും ഒരു SD കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇതിൽ വരുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണുള്ളത്. ലാഗ് ഒന്നുമില്ലാത്ത UI ആയിരിക്കും ഇതിനുള്ളത്. വീഡിയോ ക്യാപ്ചറിങ് നോക്കുമ്പോൾ 4K റെസൊല്യൂഷനിലാണ് വരുന്നത്. പിന്നെ ഇതിൽ EIS ഓപ്ഷനും ഉണ്ട്. ഈ ഫോൺ വരുന്നത് ഫുൾ മെറ്റൽ ബോഡി ഡിസൈനിലാണ്. ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു ഫോണാണിത്. സ്നാപ്ഡ്രാഗൺ 636ന് തൊട്ട് താഴെ നിൽക്കുന്നു. അതായത് പെർഫോമൻസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. AnTuTu ബെഞ്ച് മാർക്ക് 1 lakh എബവ് സ്കോർ ചെയ്തിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിൽ. നല്ല സ്മൂത്ത് റണ്ണിങ്ങും ആണ് ഈ ഫോൺ. രണ്ടാമതുള്ള ഫോണാണ് ആസൂസിൻ്റെ തന്നെ ZenFone Max Pro M1. അതായത് ഇതെന്ന് പറയുന്നത് ഇപ്പം ഈ 2018 മെയ്യിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ M2നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഫോണിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 636 ചിപ്സെറ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 11,000 ആണ്. പിന്നീട് ഇതിൻ്റെ ക്യാമറ പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്, അതേപോലെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ്. ബാറ്ററിയുടെ കാര്യമാണെങ്കിൽ 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ഇത് കമ്പനി പറയുന്നത് ഒരു 2 days ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ 5.99 ഇഞ്ചിൻ്റെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്, നോച്ച് ഡിസ്പ്ലേ അല്ല ഇതിന് വരുന്നത്. ഇതിൽ OS വരുന്നത് പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിലാണ്. മെറ്റൽ ബോഡിയാണ് ഈ ഫോണിനും അവർ കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ സ്ലോട്ടും ഈ ഫോണിനുണ്ട്, അതായത് 2 സിം കാർഡും ഒരു SD കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതേപോലെ ഫേസ് അൺലോക്കും വരുന്നുണ്ട്. കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 636 ആയതുകൊണ്ട് ഈ ഫോണിന് ആസൂസ് ZenFone Max M2നേക്കാളും കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഫോൺ, അതായത് ഇപ്പോൾ നമ്മൾ ആസൂസിൻ്റെ പറഞ്ഞു ZenFone Max Pro M1ന് ശേഷം കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് തരുന്ന ഫോണാണ് Realme 1. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ Realme 1ൽ MediaTekൻ്റെ Helio P60 ചിപ്സെറ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചിപ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 660ക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2018 മെയ്യിലാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,400 ആണ് വരുന്നത്. അതായത് 4GB 64GB വേർഷനാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോണാണ് ഇത്. ഇതിൽ 18:9 ആസ്പെക്ട് റേഷ്യോ വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ് ഉള്ളത്. ഇതിലും ട്രിപ്പിൾ സ്ലോട്ട് ആണ് ഉള്ളത്, എക്സ്പാൻഡബിൾ അപ് ടു 256 GB. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3410 mAh ബാറ്ററിയാണ് ഉള്ളത്. കപ്പാസിറ്റി കുറവാണെങ്കിലും അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് നല്ലോണം കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ AI ഇതിൽ വർക്ക് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിന് ഫിംഗർ പ്രിൻറ്റ് സെൻസറിങ്ങും ഇല്ല, അതേപോലെ ഡ്യുവൽ ക്യാമറയും അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പോരായ്മ നമ്മൾ ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ഉള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ Realme 1. OSൻ്റെ കാര്യമാണെങ്കിൽ ആൻഡ്രോയിഡ് 8.1 ആണ്, ബട്ട് ഇതിൽ എക്സ്ട്രാ സ്കിൻ വരുന്നുണ്ട് കളർ OSൽ. ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ല വരുന്നത്. നാലാമത് വരുന്ന, അതായത് ഈ 4 ഏറ്റവും ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് നോക്കിയയുടെ 5.1 Plus.
ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P60 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിൽ വരുന്ന ഫോണാണിത്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡും ഹീലിയോ P60 കൂടെ വരുന്നത് കൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഈ ലാഗിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, വളരെ സ്മൂത്തായിട്ട് എല്ലാം റൺ ചെയ്യും. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,999 ആണ് വരുന്നത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൻ്റെ ഡിസൈനിങ് പറയുന്നത് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ഗ്ലാസ് ആയിരിക്കും. 5.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആസ്പെക്ട് റേഷ്യോ 19:9 ആണ്. 3GB 32GB ആണ് ഈ വേർഷനിൽ വരുന്നത്. ബാക്കിൽ ഡ്യുവൽ ക്യാം ആണ് ഉള്ളത്, അതായത് 13 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ഉണ്ട്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 8 മെഗാ പിക്സലിലാണ് വരുന്നത്. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സ്ലോട്ട് ആയിരിക്കും. അതായത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഡ്യുവൽ സിമ്മിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് SD കാർഡ് ഇടാൻ പറ്റില്ല. അവർക്ക് ഈ അതിലുണ്ടായിരിക്കുന്ന ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ടുള്ള 32GB മാത്രമേ കിട്ടുകയുള്ളൂ. USB കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ Type C കേബിളാണ് ഇതിൽ വരുന്നത്. ബാക്കി 3 ഫോൺസിനും Type C ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഡിസ്പ്ലേ റെസൊല്യൂഷൻ കുറവാണ്. അതായത് ഫുൾ HD അല്ല, വെറും HD ആണ്. സ്റ്റോറേജ് 32GB മാത്രമേ കിട്ടുകയുള്ളൂ. ഈ 4 ഫോൺസിൽ ബെറ്റർ പെർഫോമൻസ് ഈ ഫോണിനാണെന്ന് പറയാനുള്ള കാരണം ഇതിൽ ഹീലിയോ P60 ചിപ്സെറ്റാണ്. അതേപോലെ ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ നല്ല ബെറ്റർ പെർഫോമൻസ് ഇത് തരും. അപ്പോൾ 11,000 റേഞ്ചിൽ വരുന്ന നല്ല പെർഫോമൻസ് ഉള്ള 4 ഫോൺസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ച് ഇതിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. ഇനി എനിക്കിഷ്ടമുള്ളൊരു ഫോൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക നോക്കിയയുടെ 5.1 പ്ലസ് ആയിരിക്കും. കാരണം അതിൽ ഹീലിയോ P60 ആണ് വരുന്നത്, അതേപോലെ ആൻഡ്രോയിഡ് 1 ഉണ്ട്. അതായത് ആൻഡ്രോയിഡ് 1 ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ്സും കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.